Hi friends, welcome to St. Mary's Learning Academy 790-724-1846 9497-489746. സർക്കാർ സർവീസിൽ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഡ്രോയിങ് ടീച്ചറിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കൊക്കെ ഡ്രോയിങ് ടീച്ചറാകാൻ അപേക്ഷിക്കാം, അതിനു വേണ്ട യോഗ്യതകൾ എന്താണ്, എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രോയിങ് ടീച്ചർ പരീക്ഷയ്ക്കുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗസറ്റ് ഡേറ്റ് 15/5/2024, ലാസ്റ്റ് ഡേറ്റ് 19/6/2024. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 19/6/2024 ആണ്. കാറ്റഗറി നമ്പർ 79/2024. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂള്. സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ സാലറി 35,600 മുതൽ 75,400 വരെ. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഇടുക്കി, പാലക്കാട്, മലപ്പുറം. അതായത് 3 ജില്ലകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം. ഈ 3 ജില്ലകളിൽ വരുന്ന വേക്കൻസികളിലേക്കായിരിക്കും നിയമനം നടക്കുന്നത്. PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാം. 1 ടൈം രജിസ്ട്രേഷൻ ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. PSC പരീക്ഷകളെല്ലാം എഴുതുന്നതിന് ഈ 1 ടൈം രജിസ്ട്രേഷൻ അത്യാവശ്യമാണ്. അതുപോലെ 3 ജില്ലകൾക്കും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 ജില്ലകളിലേക്ക് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 4% സീറ്റ് ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനായിട്ടാണ് 4% വേക്കൻസീസ് വരുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ്. ടീച്ചിങ് പോസ്റ്റിലേക്കെല്ലാം 40 വയസ്സ് വരെയാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക്. കാൻഡിഡേറ്റ് ഷുഡ് ബി ബോൺ ബിറ്റ്വീൻ 2/1/1984 ആൻഡ് 1/1/2006. SC, ST candidates and other backward communities are eligible for usual age relaxation. അതായത് SC, ST അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഏജ് റിലാക്സേഷന് പ്രായ ഇളവ് അത് ലഭിക്കുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് അപേക്ഷിക്കാവുന്നതെന്ന് നോക്കാം. SSLC പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ്, അതായത് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് KGTE അല്ലെങ്കിൽ MGTE, സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് 2 ഇയർ കോഴ്സ് കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പെയിൻറ്റിംഗ് ഇഷ്യൂഡ് ബൈ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ കേരള, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ഡ്രോയിങ് KGTE ഓർ MGTE, or National Diploma in Applied Arts issued by Finance Thiruvananthapuram, Bachelor of Finance Preparatory Exam of University of Kerala, BFA degree in Painting of the University of Kerala, BFA degree in Applied Arts of University of Kerala, BFA condensed degree in Painting University of Kerala, BFA Sculpture University of Kerala, certificate course examination commercial art issued by Government of Kerala, National Diploma in Finance 5-year course Commissioner for Government Examination Director of Technical Education, or Kerala Government Certificate Examination in Finance. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മസ്റ്റ് ഹാവ് പാസ്ഡ് കേറ്ററ്റ് കാറ്റഗറി 4 ബൈ ഗവൺമെൻറ് ഓഫ് കേരള. അതായത് കാറ്റഗറി 4 കേറ്ററ്റ് പാസ്സായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
ഡ്രോയിങ്ങിൻ്റെ തന്നെ കേട്ടിട്ട് പാസ്സായിരിക്കണം. പിന്നെ അതിൻ്റെ അകത്തും ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട്. CTET, നെറ്റ്, സെറ്റ്, MPhil, PhD, MEd ഇതൊക്കെ ഈ സബ്ജക്റ്റിൽ തന്നെ പാസ്സായവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്ത് എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ യോഗ്യതകളൊക്കെ ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേട്ടിട്ട് പാസ്സായിരിക്കണം എന്നുള്ളത് നിർബന്ധം ആണ്. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 19/6/2024 വെനസ്ഡേ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. യോഗ്യതയുള്ളവരൊക്കെ അപേക്ഷകൾ സമർപ്പിക്കുക. ഡ്രോയിങ് ടീച്ചർ ആകാനുള്ള ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഡ്രോയിങ് ടീച്ചറിൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് നമ്മൾ കണ്ടത്. ഡ്രോയിങ് ടീച്ചർ പരീക്ഷയ്ക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു. കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ്. സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ. ഡ്രോയിങ് ടീച്ചർ പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.